ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയത്തുടിപ്പായ ഒരു ഇതിഹാസ നായകന്റെ പിറന്നാളാണ് ഇന്ന്. സ്ട്രൈക്കിലെത്തിയാൽ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന വിക്കറ്റിന് പിന്നിൽ മിന്നൽ വേഗത്തിൽ നീങ്ങുന്ന സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും പുഞ്ചിരിയോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ക്യാപ്റ്റൻ കൂളിന് ഇന്ന് പിറന്നാൾ. മഹേന്ദ്ര സിംഗ് ധോണി എന്ന MS ധോണിക്ക് ജാർഖണ്ഡിലെ റാഞ്ചി എന്ന ചെറിയ നഗരത്തിൽ നിന്നാണ് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാൾ ഉയർന്നു വന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇന്ത്യൻ ടീമിലെത്തിയ ധോണി പിന്നീട് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായി മാറി. അവസാന ഓവറുകളിൽ വിജയം അസാധ്യമെന്ന് തോന്നിക്കുന്നിടത്ത് നിന്ന് സിക്സറുകളിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ധോണി ഫിനിഷിംഗ് മാജിക്, അത് ഇന്ത്യൻ ആരാധകരുടെ എക്കാലത്തെയും വലിയ ആവേശമായിരുന്നു. ഹെലികോപ്റ്റർ ഷോട്ട് എന്ന അദ്ദേഹത്തിന്റെ തനതു ശൈലി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ആഘോഷമായി. വിക്കറ്റിനു പിന്നിൽ മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങുകളിലൂടെയും അസാധ്യമായ ക്യാച്ചുകളിലൂടെയും ധോണി ടീമിന്റെ ശക്തിദുർഗമായി നിലകൊണ്ടു. എന്നാൽ ഒരു ക്രിക്കറ്റ് താരമെന്നതിലുപരി ഒരു നായകൻ എന്ന നിലയിലാണ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്റെ പേര് സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. 2007 പ്രഥമ T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ICC ചാമ്പ്യൻസ് ട്രോഫി, ICCയുടെ 3 പ്രധാന കിരീടങ്ങളും നേടിയ ഏക ക്യാപ്റ്റൻ എന്ന അപൂർവ റെക്കോർഡ് ഇന്നും ധോണിയുടെ പേരിലാണ്. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ശാന്തനായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, യുവതാരങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അവരെ ലോകോത്തര താരങ്ങളാക്കി മാറ്റിയ നായകത്വം, ഇതൊക്കെയാണ് ധോണിയെ ക്യാപ്റ്റൻ കൂളാക്കിയത്. കളിക്കാരെ അടുത്തറിയാനും അവരിൽ നിന്ന് മികച്ചത് പുറത്തെടുക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന് നിർണായകമായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ധോണി ഇന്നും സജീവമാണ്. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ ഇതിഹാസത്തിന്, ക്രിക്കറ്റ് ലോകത്തിന് എക്കാലവും ഓർക്കാൻ കഴിയുന്ന ഒട്ടേറെ നിമിഷങ്ങൾ സമ്മാനിച്ച ആ മഹാനായ താരത്തിന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. സ്പോർട്സ് ഡെസ്ക്, ജനം.